ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊരു ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അവസാനം. ആ ട്രിപ്പ് ഇന്നാണ് പോകുന്നത്. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉണ്ണി സാറിൻ്റെ വീട്ടിലേക്ക് ഒരു സാധനം എടുക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും കാരറ്റ് അവിടെ ഇട്ടുണ്ട്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബൈ. പാൻറ്റാ മറന്ന ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. പോവാണ്. എല്ലാവരും കയറി. പൈസാർ, മണി, കുസു, കഴിഞ്ഞ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ. പറയും ഒരു ബ്ലിപ്പ് അടിച്ച് പറയും. നേരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഉള്ളതല്ല. നമുക്ക് അമ്പലത്തിലൊക്കെ പോയി തൊഴിൽ നിറച്ചൊക്കെ ഇറങ്ങാം. ഞാനിത് മഴ കയറില്ല, ഞാൻ കയറിട്ട് ഗൈസ്. ബാക്കി നമുക്ക് ഞാൻ കയറട്ടെ ഗൈസ്. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഷഡ് കുപ്പി ഇട്ടിട്ടുണ്ട്. 3500 അടിക്കാം. 3500 അടിച്ചപ്പോ 2 കുപ്പി വെള്ളം നിന്ന് ഇനി എയറോഡ് അടിക്കാം. ബാക്കി അടിച്ചുതരാം. എയർ അടിക്കണ്ട, കട്ട് ചെയ്തോ. ഞാനിവിടെ പറഞ്ഞ ആ മോളോട് ഭയങ്കര നീ പൊട്ടണ കളറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുമാതിരി നമ്മളെ ഡ്രൈവർ മാറിയിട്ടുണ്ട്. പാഴ്ബ്രോയാണ് ഇനി വണ്ടി ഓടിക്കണത്. നമ്മള് 1 മണിക്ക് ഊട്ടിയിൽ ചെല്ലും കേട്ടോ. ആൾബ്രോയാണ് വണ്ടി ഓടിക്കുന്നത്. ഒന്നുകൂടി എടുക്കാം. ഓക്കെ കട്ട് ചെയ്ത് അപ്പൊ ഡ്രൈവർ മാറിയിട്ടുണ്ട്. ആൾബ്രോയാണ്. ഓക്കെ സോറി, ഉണ്ണി ബ്രോയാണ് വണ്ടി ഓടിക്കുന്നത്. ഒന്നുകൂടി എടുക്കാം. ഡ്രൈവർ മാറി. ഉണ്ണി ബ്രോയാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മള് 1 മണിക്ക് നമ്മൾ ഊട്ടി എത്തും. രാവിലോട്ട് ഇതിന്റെ പുറകെ ഓടിയതുകൊണ്ട് കുറച്ച് ക്ഷീണം എല്ലാവർക്കും. അപ്പൊ ബൈ, നമുക്ക് ഊട്ടി ചെന്നിട്ട് കാണാം. ബൈ ഗൈസ്. നമ്മള് ഓടിച്ച് വൈറ്റിലെത്തിയിട്ടുണ്ട്. പോയിട്ട് പമ്പിൽ കയറി വണ്ടിക്ക് എയർ അടിക്കണം. പിന്നെ കുറച്ച് പേർക്ക് ടോയ്ലറ്റിൽ പോകണം. അതിനുവേണ്ടി നിർത്തിയിരിക്കുവാണ്. ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ വണ്ടിയിൽ. ബാക്കി എല്ലാവരും പുറത്ത് നിൽപ്പുണ്ട്. പോയിട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട്. എയർ അടിച്ചിട്ടിരിക്കുവാണ്. ബാക്കി വഴിയെ നമുക്ക് കാണാം. നമ്മള് ഊട്ടി എത്തിയില്ല. ഊട്ടി ചുരം കയറിക്കൊണ്ടിരിക്കുവാണ്. ഇനി ഒരു 20 കിലോമീറ്റർ കൂടി ഉണ്ട്. കയറിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങള് ഇത്രയും പേര് ഉറങ്ങിയിട്ടില്ല. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. സമയം എത്രയും 2:30. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്.
AC ഒന്നും കാര്യമില്ല. വിൻഡോ ഒക്കെ തുറന്നിട്ട് ഇവിടെ ഉള്ളവര് നമ്മൾ വിചാരിക്കും ഇവന്മാര് കുറഞ്ഞ ആൾക്കാരാണ്. എന്താണെന്നറിയാവാ, ഇവന്മാര് ടിപ്പ് പുറകെയാണെന്ന് ചോദിക്കും. പക്ഷേ ആണല്ല ഇവന്മാര് ഇഷ്ടം പോലെ 2000-3000 ടിപ്പും കൂടാ. 3 മണിയായോ? റൈറ്റാണ് കൂടാ. 3 മണി എല്ലാരും ബിരിയാണി കിട്ടുമോ? ഉറങ്ങിയവന്മാർക്ക് ആർക്കും കാഴ്ച കാര്യത്തില്ല. വണ്ടി വളർത്താൻ തണുപ്പടിക്കുക പോയിട്ട് വട്ടാൻ എടാ അത് എടുത്തില്ലോ. അതിലെ ഊട്ടി ആ മേളിലും കാണൂടാ. അങ്ങനെ ഊട്ടി എത്തി. എത്ര മണിയായി? ടൈം എത്രയായി? ഇതെന്റെ അത് വായിച്ചെന്റെ ടൈം. എടാ എത്ര മണിയാടാ? തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. സമയം നോക്കി. ഇത് കുറച്ച് ഇറക്കാൻ തുടങ്ങേ. ഇപ്പൊ 3:09 നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പ്. എത്ര ഡിഗ്രിയാ? 11 ഡിഗ്രി. 11 ഡിഗ്രി സെൽഷ്യസ്. യെസ്. ഉണ്ണി സാർ ഇവിടെ ഐ ലവ് ഊട്ടി വീഡിയോ എടുക്കുന്നു. ഐ ലവ് ഊട്ടി. നല്ല തണുപ്പ്. ഹുഡിയും ജാക്കറ്റും ആരും ഇട്ടിട്ടില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്കും മഞ്ഞ് വീണ്, വണ്ടിയിലൊക്കെ മഞ്ഞ് വീണ് നടക്കണടാ. ഇതുവരെ അത്യാവശ്യം ഒരു സാധനം കാണിച്ചു തരാം അവിടെ. അയ്യോ കിട്ടുള്ള വീഡിയോയില്. എടാ വീഡിയോയില് കിട്ടില്ലേ? ആ നിനക്കാർക്കില്ലടാ. തണുക്കൊണ്ട് നല്ല തണുപ്പ്. പുകയൊക്കെ ഉണ്ട്. ഉണ്ണി സാർ ഭയങ്കര ഫോട്ടോഗ്രാഫിയാ. ഊട്ടിയെടുത്ത് ഇവിടെ ഓട നോക്കി. അയ്യോ വിളിച്ചെണീപ്പിക്കടാ. ഇതാണ് ഊട്ടി. എടാ ഇത് ഇറങ്ങി ക്യാമറ പിടിക്കാൻ പറ്റില്ല, കൈ ഇറങ്ങണം. ക്യാമറ ഒന്നും പിടിക്കാൻ പറ്റില്ല, കൈയൊക്കെ നല്ല ഇറക്കണം കൈയൊക്കെ. പഴയ തണുപ്പ് എങ്ങനെയാ? തണുപ്പില്ലേ? വികാരമില്ലാത്ത ജീവി. ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ, വെറുത്താണ് ഈ ടൈമിൽ വന്നേരി വെറുത്ത്. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 12 മണിയാണ് കാണിച്ചത്. 12:30 എത്തുന്നു. പിന്നെ അത് അയ്യോ ഓർഡർ രണ്ടും കൂടി. പിന്നെ അത് പിന്നെ ബ്ലോക്കായി. പിന്നെ പോലീസിന്റെ ചെക്കിങ് ഒക്കെ ആയി. കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും 3:09 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. എന്റെ പുറ്റേ വെറുത്തെന്ന് വെച്ചത് വയ്യാത്ത ഒരു ഓടി കളിക്കണ്. അയ്യോ പുക വിട്ട ദിവസം ഇല്ല കണ്ടൂറാ. അതേ ഗ്ലാസിനെ വിട്ടു ഇല്ല കണ്ടൂറാ വരുന്നുണ്ട്. പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെയോ ഇതാണോ ഇതേണ്ട എന്നാ വന്നതില് പുറത്തെന്ന് വെച്ചാ ഇതെന്തുവാ? മെമ്മോറിയൽ മൈസൂർ നേരെ പോവാം. എടാ നമുക്കിനി എന്നെടുക്കാനോ
തലേക്കുണ്ടാ തലേക്കുന്നേ ഇവിടെ തലേക്കുണ്ടാ. ഇപ്പഴേ പോകണോ? മഞ്ഞ് വാരും മഞ്ഞ് വാരിയില് കുഴപ്പമില്ല. മഞ്ഞൊക്കെ ഒരാഴ്ച മുന്നേ തീർന്നു. പോവാ ഗൈസ്, ബൈ ബൈ. അവിടെ ചെന്നിട്ട് എടുക്കാൻ ബാക്കി. അയ്യോ അതേ ഇതിലാണ്. അത് ഏത് സിനിമ മറന്നുപോയി, ഏതോ സിനിമയിലല്ലോ തലേക്കുന്താ. തലേക്കുണ്ടാ. എത്ര കിലോമീറ്റർ തിരിക്കണം തിരിക്കണം തിരിക്കണം. എത്ര നേരം ഇവിടം വരെ കാണിച്ചിട്ട് വഴിതെറ്റി രണ്ടാമത്തോട്ടാണ്. നമ്മള് നോക്കിയിട്ട് എടാ മഞ്ഞ് നിന്റെ ക്യാമറയിട്ട് അടിക്കണ മോളെ മണ്ണ് പോലെ മണ്ണ് പോലെ പൊടി പോലെ പൊടി പോലെ. എടാ തലേക്കൊന്ന് ചവിട്ടിയാ പോരെ? എടാ ക്ലൈമറ്റ് ഗൂഗിളിൽ നോക്കുന്ന ക്ലൈമറ്റ് അല്ല ഇവിടെ. ഗൈസ് നമ്മളിപ്പോ തലൈക്കുന്തലെത്തിയിട്ടുണ്ട്. തലൈക്കുന്ത. അപ്പോൾ ഇവിടെ അന്യായ തണുപ്പ്, ഒരു രക്ഷയില്ല. ഹുഡി എടുത്തിട്ട് എല്ലാവരും ഹുഡി എടുത്തിട്ട് വണ്ടി ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കയറി ഇരിക്കുകയാണ് എല്ലാവരും. ഇത് കണ്ട കണ്ട ക്യാമറ കാണാം മഞ്ഞ് പറക്കണത്. നല്ല തണുപ്പാണ്. എല്ലാവരും ഹുഡിയൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. കണ്ടോ? കണ്ടുടാ കണ്ടുടാ. ഗൈസ് ഏതായാലും അകത്തൊക്കെ കയറി ഇരിക്കട്ടെ. കുറച്ച് ആളുകളുണ്ട് അവിടെ. കുറച്ച് നേരം അകത്തിരുന്ന് ചൂടാക്കട്ടെ. എന്നിട്ട് പുകയൊക്കെ കൊണ്ട് എന്നിട്ട് നമുക്ക് ബാക്കിയെടുക്കാം. ഇവൻ ഒരുത്തന് ഇവിടെ നടപ്പുണ്ട്. ഇത് മഞ്ഞുമില്ല ഇല്ല. അവൻ എങ്ങോട്ടോ പോയിരിക്കുവാണ്. നമുക്കപ്പം അകത്ത് കയറുന്ന് ഒന്ന് ബോഡിയൊക്കെ ഹീറ്റാക്കാം. തണുപ്പ് എങ്ങനെയുണ്ട്? ഇവിടെ ഫുള്ള് തേടാ. ഇത് നോക്കി ഇപ്പത്തി നോക്കിയേ. ഇപ്പത്തി മഞ്ഞ് എവിടെ ഇടാൻ? ആരിടാൻ? ഞാൻ ഇടുവോ? ഞാൻ അങ്ങനെ ചെയ്യുവോ? എടാ അവന്മാരെവിടെ പോണ്ട? അത്ര മോർണിംഗ് ഗൈസ്. അപ്പോൾ 6:15 നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എല്ലാവരും. 6:15 എണീറ്റ്. 6:15 വ്യൂ ആണ് ഇവിടെ. എല്ലാവരും എണീറ്റ് വരുന്ന ആളെല്ലാവരും. പക്ഷേ ഇവിടെ നേരം വെളുത്തിട്ടില്ല. ഫുള്ള് കോട മഞ്ഞ് മൂടി കിടക്കണം. നല്ല തണുപ്പും കൈയൊക്കെ വിറക്കുമുണ്ട്. ഓരോരുത്തർക്ക് പുറത്തിറങ്ങാനായിട്ട് മടി തണുപ്പ് കാരണം. അത്രയ്ക്ക് തണുപ്പ്, ഭയങ്കര തണുപ്പാണ്. അല്ല അത്യാവശ്യം ഒന്നും പറയാൻ പറ്റത്തില്ല, അതിൽ കൂടുതൽ നല്ല തണുപ്പ്. 6:15 കുറച്ചെങ്കിലും വെളിച്ചം വീഴുമല്ലോ എന്ന് ഓർത്താൽ 6:15 6 മണിക്ക് അലാറൊക്കെ വെച്ച് എല്ലാവരും എണീറ്റത്. പക്ഷേ തീരെ വെളിച്ചമില്ല, ഭയങ്കര തണുപ്പും. ഓരോരുത്തർ ഹുഡിയൊക്കെ എടുത്തിരുന്നുണ്ട്. അപ്പോൾ ബാക്കി കാണാം വീഡിയോയിൽ കാണാം. പുറത്തു നിന്നിട്ട് ഒരു രക്ഷയില്ല, എല്ലാവരും അകത്ത് കയറി. സോക്സൊക്കെ ഇട്ടിരിക്കണം. എന്നിട്ടും എല്ലാരും അകത്ത് കയറി. ഒട്ടും പറ്റുള്ള ഭയങ്കര തണുപ്പ്. മണി മാത്രം പുറത്ത് പോയിപ്പോണ്ട്. ഇവനെങ്ങനെ ഇവനെങ്കിൽ സാധിക്കണം? വ്ളോഗ് എടുക്കണ അകത്തുനിന്ന് വ്ളോഗ്. ഊട്ടി ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. പുറത്തിറങ്ങട്ടെ. പുറത്തിറങ്ങി നമുക്ക് ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ ചായ കുടിച്ചിട്ട് വരാം. തണുപ്പ് മാത്രല്ല, ഇവിടെ നിറച്ച ആളുമായി. ഒരു സീനില്ല, നിറച്ച ആളായി ഇവിടെ.
കുറച്ചു നേരമേ ഉള്ളു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ആളായി. എന്താ ജാക്കറ്റാ പോളാന്ന്. മണി നോക്കിയത് മണി ജാക്കറ്റ് ഒന്നും വേണ്ട നടക്കണല്ലേ. ഒരു ചായ ഇട്ടിരുന്നെങ്കിൽ നൈസായനിപ്പ. നമ്മള് വന്നപ്പോ ഒറ്റ വണ്ടിയിലായിരുന്നു ഇവിടെ. ഇപ്പൊ കൊറേ വണ്ടിയായി, കൊറേ ആൾക്കാരും. ഇത് നോക്ക്, ഒരു ചായ കിട്ടുവാ നോക്കട്ടെ. ചായ കിട്ടുമെങ്കിൽ ഒരു ചായ കുടിക്കണം. നമ്മളൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത്. ഞാൻ വണ്ടി മണി ബാക്കി എല്ലാരും വണ്ടി ഇരിക്കുവാണ്. നമ്മൾ 3 പേര് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ ഉണ്ട് ചായക്കട, ഇവിടെ നിന്ന് കുടിക്കാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തീരെ പറ്റുള്ള കയ്യില് ഗ്ലൗസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൈയൊക്കെ മരവി. ഇത് കുതിരയൊക്കെ ഉണ്ട്. കൈ വിറക്കണ് തീരെ. ഇത് മിക്കവാറും പണിയാവും. ഞങ്ങൾ വന്നപ്പോ ഒറ്റ വണ്ടിയില്ല ഇവിടെ. 6 എണീറ്റ് പുറത്തിറങ്ങി ഒന്നുകൂടി അകത്ത് കയറി. ഒറ്റും പറ്റാത്തതുകൊണ്ട് പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും നിറച്ചാള് പെട്ടെന്ന് വന്നു. ഇവിടെ ഫുൾ ആളായി. ഇവിടെ ചായ കുടിക്കാൻ വന്നു കേട്ടോ. ചായ ഉണ്ടെന്ന് എടുക്കട്ടെ. ചായ ഉണ്ട്. ചായ ഉണ്ട്. ചായ കുടിക്കാൻ പോയി. ഓക്കെ, ചായ കുടിക്കാൻ പോരാ. അപ്പൊ ചായ വന്നു. നേരം പെട്ടെന്ന് വെളുത്തു. നമ്മള് അകത്ത് കയറി നേരം വെളുത്തു. കണ്ടൂടാ. നമ്മള് ചായ കുടിക്കട്ടെ. കൊള്ളാവൂ. അയ്യോ തണുപ്പ് പറഞ്ഞ ചൂടൊന്നും അറിയണില്ല. ഒരു നീറ്റല് പോലെ തൊട്ട് പോണം. അവന്മാര് വരാന്ന് പറഞ്ഞ അവന്മാരെല്ലാരും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് കൊണ്ടില്ലെന്നെ പറഞ്ഞു. അത്രയും പേർക്ക് അങ്ങോട്ട് കൊണ്ടിരുന്ന കാര്യം നടക്കണതല്ല. ഇങ്ങോട്ട് പറഞ്ഞേ കുടിക്കാൻ വേണ്ടി ചായ. അവന്മാര് വന്നില്ല. അവന്മാർക്ക് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാനാ പറയണം. മണി വിളിക്കുന്നുണ്ട്. ഇത്ര ആയപ്പോ തന്നെ ചായ തണുത്ത് ഫുള്ള്. ചൂട് പോയി. നല്ല ചൂടായിരുന്നു. ചൂട് പോയി. കൈ ഇറക്കണ്ട. വരുന്നുണ്ട്. പക്ഷെ ക്യാമറ കണ്ടൂടാ. അതിന്റെ അകത്ത് കയറിയപ്പോ തന്നെ തണുപ്പ് കുറഞ്ഞു. സത്യം. ആ കടയൊക്കെ ഉണ്ട് ആള്. ആ ചെറിയ കട അവിടെ നല്ല ആളുണ്ട്. എങ്ങനെയുണ്ട് ചായ മണി? നിങ്ങള് മറ്റേവിടെ ഒന്നും കോഫി കുടിച്ചില്ലല്ലോ? അടിപ്പം കോഫി ആയിരുന്നു. ഓയ്യോ, ഞങ്ങൾ ഇതിന്റെ ഇടക്കൊന്ന് ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി. എടാ ആ കോഫിയുടെ ടേസ്റ്റ് ഇല്ലേ? കോഫിയുടെ ടേസ്റ്റും മധുരവും നന്നായിട്ട് എറിച്ചിപ്പുണ്ടായിരുന്നു. ഞങ്ങള് ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഒരു കോഫി കറങ്ങി കുടിച്ചായിരുന്നു. ഞാനും ചന്തും പാഴും ഒരു ക്രീം ബണ്ടം തിന്ന്. ഇന്നത്തോട്ട് കഴിച്ചില്ലേ? നമ്മൾ ഇന്നലെ എവിടെ നിർത്തിയത്? ദോശ കഴിച്ചില്ലേ? ഞാൻ കഴിച്ചില്ല. ഞാൻ 3 ദോശ കഴിച്ചു. അപ്പൊ അവന്മാര് അതിൽ മഞ്ഞില്ല. അവന്മാര് പോണ വഴി എവിടെന്തെങ്കിലും കുടിക്കാന്ന് പറഞ്ഞു. ഐസ് ഇല്ല ഇന്നലെ. ഈ ചേട്ടൻ ഇവിടുത്തെ കടയിലെ ചേട്ടൻ പറഞ്ഞ് ഇന്നലെ മഴ പെയ്ത കാരണം ഐസൊക്കെ പോയി. ഇന്നലെ ഒരു ഐസ് ഉണ്ടായിരുന്നു പറഞ്ഞത്. ആ തണുപ്പ് ഏകദേശം കുറഞ്ഞ്. ഇവിടെ വലിയ കുഴപ്പമില്ല. സുഹൃത്തെ കെട്ടിക്കൊണ്ട് നടക്കുന്നത്. നമുക്ക് ഏതായാലും ബാക്കി കറഞ്ഞു നിന്നിട്ട് എടുക്കാം. അതേ വന്നു കേട്ടാ. എല്ലാരും വന്നില്ല. അവന്മാര് 3 വന്നു.
അവന്മാര് 3 എത്തിയിട്ടുണ്ട്. എടാ ചായ അടിപൊളി ചായ, സൂപ്പർ ചായ. അല്ല തണുപ്പ് എങ്ങനെയുണ്ട്? പോയി സോക്സ് ഇടണം ആദ്യമേ, അല്ലെങ്കിൽ ശരിയാകത്തില്ല. പോട്ടെ എടുക്കാൻ ബാക്കി. കിട്ടേ ഇല്ല, ഇങ്ങനെ കിട്ടിയല്ല. ഞാൻ മണിയുടെ ബ്ലാക്ക് ടീഷർട്ടിന്റെ സൈഡിൽ കൂടി ഇട്ടെ. ആ കിട്ടി 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 കിട്ടി. നല്ല തണുപ്പുണ്ട്. കടയിലെ തണുപ്പില്ലാതെ പുറത്ത് നല്ല തണുപ്പ്. എടാ ഇന്ന് നേരെ വിട്ടേക്കുമല്ലേ? നേരെ വയനാട്ടിലേക്ക് വിട്ടേക്കുവാ. നിൽക്കാനുള്ള എവിടെ? ആ അതെ, നേരെ പോയേക്കാം. എന്റെ ഫോണിന്റെ ചാർജ് കയറുന്നത്, ഫോൺ ഡെഡ് ആവുമ്പോ സംസാരിക്കണ്ട. അപ്പോ നമുക്ക് ബാക്കി ചാർജൊക്കെ ആക്കണം. പിന്നെ എവിടുത്ത ബാക്കി പതിയെ എടുക്കാം, പതിയെ എടുക്കാം. ഉമ്മാരുടെ ഫോണൊക്കെ ഉണ്ട്, അതിലെടുക്കാം. ബൈ ബൈ. ഊട്ടിയിൽ നേരെ തിരിച്ചു പോകുവാണ് കേട്ടോ. ഊട്ടിയിൽ പറ്റണില്ല തണുപ്പ്, ഊട്ടിയിലെ തണുപ്പ് പറ്റണില്ല. വയനാട്ടിലേക്ക് പോവുകയാണ്. ബൈ ബൈ. കണ്ടോ, നമുക്ക് ഇടയ്ക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചെറിയ ലീക്കുണ്ട്, ഓയിൽ ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഓയിൽ ഒഴിക്കുവാണ്. ഓയിൽ ഒഴിച്ചിട്ട് ഇനി ഇവിടെ നേരെ പോകും. അപ്പോൾ നമ്മളിപ്പോൾ TR ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നേക്കണത്. ഊട്ടിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് എന്ന് പറയാം. ഫോട്ടോ എടുക്കാനാണേലും അന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാനാണേലും അടിപ്പം പ്ലേസ്. വന്നിരിക്കാം, ഫോട്ടോ എടുക്കാം. ഞങ്ങളിപ്പോൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് വീഡിയോ എടുക്കണം. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു, അതുകൊണ്ട് ഉണ്ണി സാറിൻ്റെ പാഴിൻ്റെ ഫോണിൽ നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കണം. ഇത് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുവാണ്. അവിടെ കുറച്ച് പേര് വ്ളോഗൊക്കെ എടുക്കാനായിട്ട് നിൽപ്പുണ്ട്. പിന്നെ എന്താ, ഇവിടെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, ടോയ്ലറ്റ് കണ്ടുകൊണ്ട് നിർത്തിയതാണ്. ടോയ്ലറ്റ് കുറച്ച് ശോകമായിരുന്നു, വലിയ വിനയൊന്നുമില്ല, വൃത്തിയൊന്നും ഇല്ലാത്തൊരു ടോയ്ലറ്റ്. ഇനി എവിടെയെങ്കിലും ചെന്നിട്ട് ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടും ഫുഡ് കഴിക്കണം. ഇനി അതാണ് പ്ലാൻ. എടാ ഫുഡ് കഴിക്കണ്ടേ? ഉയ്യോ, ഇവിടെ നിന്ന് കിട്ടണല്ലോ കേട്ടോ വെയിലടിച്ചിട്ട്. എനിക്കും വിശക്കണം. പ്ലേസ് നോക്കണേ, അടിപ്പം പ്ലേസ് ആണ്. വേണോ? എന്റെ ചാർജ് തീർന്നതാ. കിട്ടും. ഇത് പഴന്റെ ബൈ ഗൈസ്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ടൊന്നും ഇല്ലല്ലോ, അടുത്ത സ്ഥലത്ത് നിന്ന് പോരാ. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇവിടെ നിന്ന് കിട്ടും. ഫേസ് കാണാൻ പറ്റില്ല, വെയിലോടെ അടിക്കുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നേരെ നമുക്ക് പോയേക്കാം. ഞങ്ങള് 6 പേര് ഇറങ്ങിയോളൂ. 2 പേര് അരത്തന്നെ ഇരിക്കുവാണ്. അമ്മമാരും ഇറങ്ങിയില്ല. നല്ല വിശപ്പും എല്ലാവർക്കും തണുപ്പിൻ്റെ. ഇവിടെ വന്നപ്പോൾ ഊട്ടിയുടെ അത്രയും, ഊട്ടിയിൽ മെയിൻ അവിടെ എന്തോ ഉണ്ടായിരുന്നത്രയും തണുപ്പില്ല, എന്നാലും കുറച്ച് തണുപ്പുണ്ട്. ഞാൻ 2 ഇട്ടിട്ടുണ്ട്, 2 ഡ്രസ്സ്. ഈ ഹുഡിനകത്ത് വേറൊരു ഷർട്ട് കൂടി ഉണ്ട്, അതുകൊണ്ട് തണുപ്പ് വലിയ രീതി അറിയണില്ല. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇനി നേരെ പോകുവാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുമ്പോൾ ഏതായാലും എടുക്കാം. ഫുഡ് കഴിക്കണം, ഇനി നോക്കണം, നല്ല ഹോട്ടൽ നോക്കി കയറണം. ഫുഡ് കഴിക്കുമ്പോൾ എടുക്കാം. പോണ വഴി ഒരു വ്യൂ കണ്ടിട്ട് നിർത്തിയതാണ്. ഇപ്പം വ്യൂ ആണ് കേട്ടോ, കാണിച്ചു തരാം. ഫുഡിയെ മാറിയാൽ തണുപ്പൊക്കെ പോയപ്പോൾ ഫുഡിയൊക്കെ 75 കിലോമീറ്റർ ഉണ്ട് പോവാൻ. ഞങ്ങള് 11 മണി ആ ഒരു ടൈമിൽ ഞങ്ങള് എത്തും. കാണിച്ചു തരാം. അയ്യോ, കാണിച്ചു തരാം. ഓ, ഇവിടെ ഒന്ന് കണ്ടുകൂടാ. ഞങ്ങള് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ എടാ മേളിലായിരുന്നല്ലോ കുറച്ചുകൂടി. ആദ്യം കണ്ടോടാ, ആദ്യം കണ്ടോടാ നന്നായിട്ട് കാണായിരുന്നു. ഇതാണ് ആ വ്യൂ കേട്ടാ. നമ്മള് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നല്ലൊരു ഹോട്ടലാണോ കയറും. പിന്നെ അത് കഴിഞ്ഞ് ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാനാണ് പോണത്.
വയനാട് ചെന്നിട്ടൊരു വെറൈറ്റി ഫുഡ് കഴിക്കുള്ളൂ എല്ലാവരും. നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു നമ്മളെ നാട്ടിൽ കിട്ടാത്തൊരു ഫുഡ്. പോകാൻ പോവാണ്, എല്ലാരും പോകാൻ പോവാണ്. ഈ പാഴ്സാറോടെ മുള്ളാൻ കയറി, അതാണ്. അപ്പൊ നമുക്ക് പോയിട്ട് 2 ആഴ്ച. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫുഡ് കിട്ടിയ വെപ്രാളത്തിൽ ഈ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതാണ് സത്യം. എന്താ വെച്ചാൽ നല്ല വിശന്നാണ് എല്ലാവരും വന്നത്. ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ തന്നെ കയറി കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഇടിയപ്പം, അപ്പം, ദോശ, ചമ്മന്തി, സാമ്പാർ, കടലക്കറി, ബൊഫെ പോലെ ആയിരുന്നു. ഒരു ഒരു 3 അടച്ച അൺലിമിറ്റഡ് ഫുഡ് അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവരും കയറി കഴിച്ച് എല്ലാവർക്കും സന്തോഷമായി, ഹാപ്പിയായി, വയറ് ഇറങ്ങി. പിന്നെ അവിടെ ഫോണ് കുത്തിയിട്ട് ചാർജ് കയറി. ഇനി റൂം വരെ പോകാനുള്ള ചാർജ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ പാറ ഇരിപ്പുണ്ട്, വച്ചിരിപ്പുണ്ട്, മരക അങ്ങോട്ട് കിടക്കണം. ഫോണാ കുത്തിയിട്ട് എൻ്റെ കുത്തിയിട്ട് 72. അപ്പോൾ ഓക്കെ, ഇപ്പം ഇറങ്ങും. ഏതായാലും കുറച്ച് നേരം കൂടി നിന്നിട്ട് ഇറങ്ങാന്നുള്ള മൈൻഡാണ്. 2 ഫോൺ കൂടി കുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചാർജ് ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ചാർജൊക്കെ ചെയ്ത് ഇറങ്ങി. ഇനി നേരെ ഇടക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് വണ്ടി അവിടെ ചെന്നെടുക്കാം, പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഇടക്കൽ പോയിടാം താഴ്ത്തിയെത്തിയിട്ടുണ്ട്. ഇനി മേളിലേക്ക് കയറണം. മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴ്ത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മേളിലേക്ക് നടക്കുവാണ്. എടാ ടിക്കറ്റ് വേണ്ടേ? അപ്പൊ മേളിലേക്ക് പോണം. മേളിലേക്കല്ലേ? മേളിലേക്ക് പോണം. മണിയും അയ്യോ വീട് വീണ്. മണിയും പാഴംകുടി ഫ്രണ്ടേ പോയിട്ടുണ്ട്. പക്ഷെ അവന്മാരെക്കാട്ടും മുന്നേ നമ്മളെത്തും. അവന്മാർ 2 തവണ എല്ലാ സ്ഥലത്തും ആദ്യമേ കയറി ചെല്ലണം. നമ്മളിതിൽ ആദ്യം എത്തണം. നോക്കാം. ടിക്കറ്റ് ഒക്കെ എടുത്ത് 400 രൂപ 8 പേർക്ക്. അപ്പൊ ഇനി കയറിയിട്ട് വരാം. മേളിൽ കയറുമ്പോൾ എടുക്കാൻ വീഡിയോ. ക്യാമറ വേണം. എന്ത് കാപ്പിപ്പുഴ വേണം കിട്ടിയ ഉറങ്ങാഞ്ഞിട്ടാ. ഡ്രൈവ് ചെയ്തോണ്ടാ, അതാണല്ലോ ഉറങ്ങാൻ പറ്റാ. ഞാനിത് ഇവിടെ വന്നിട്ടില്ല. ഞാൻ വേറെ ഏതോ ഗുഹയിലപ്പോ പോയത്, എനിക്ക് തെറ്റിപ്പോയതാ. ഇത് കേറണം അവിടെ വരെ. എന്തോരം ബാക്കി. അയ്യോ ഇപ്പൊ താഴ്ത്തി തന്നെ ലൈവായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് കേറിട്ട് വരാം. അടുത്ത് ഫ്ലാഷ് ഒക്കെ തെളിഞ്ഞു. അത്യാവശ്യം തിരക്കുണ്ട്. ക്യൂ ആണ് വെള്ളിലേക്ക് കയറാനായിട്ട്. ഞങ്ങളുടെ ഒപ്പം കുറച്ചേരി അവിടെ നിൽക്കുവാണ്. അപ്പോൾ അവന്മാര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവര് വന്നിട്ടാണോ അങ്ങോട്ട് കയറാനായിട്ട്. അതുവഴി വെള്ളിലേക്ക് കയറി പോകാം. നല്ല തിരക്കാണ്. നമ്മളങ്ങനെ ഗുഹയിലെത്തി. നല്ല തിരക്കാണ്. കേറാനും ഇറങ്ങാനും ഒരു പാടുന്നില്ല. പക്ഷെ തിരക്ക് കാരണമുള്ള സീനുകൾ അല്ലേ? വാഴൊക്കെ പോയി കേട്ടാ. വീഡിയോ എടുക്കാൻ പറ്റില്ല, ക്ഷീണിച്ച് കയറി വന്നപ്പോ തന്നെ. ഏതായാലും ഇനി ഇറങ്ങിയിട്ട് എടുക്കാം. ഞങ്ങള് എവിടെയാടാ, എന്ത് സ്ഥലത്തിന്റെ പേര് മറന്നുപോയി. എടക്കൽ ഗുഹ അല്ലെ? എടക്കൽ ഗുഹയെന്ന് ഇറങ്ങി തിരിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു. കേറിയത്
ഓമ്പി അല്ല പോരായിരുന്നു. ബിലോ ആവറേജ് എടാ അഭിപ്രായം പറഞ്ഞോ. ഒരു മണിക്കൂർ എടുക്കുമല്ലോ, 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കും. മൊത്തത്തിൽ വീട്ടിൽ ചെല്ലാൻ 1 മണിക്കൂർ. അപ്പൊ നമ്മള് എടക്കൽ ഗുഹേന്ന് തിരിച്ചു പോവുകയാണ്. ഇനി നേരെ ഫുഡ് വാങ്ങിച്ചിട്ട് റൂമിലേക്ക്. ഫുഡ് പാഴ്സലാണ് വാങ്ങിക്കണത്. വീട്ടിൽ ചെന്നിട്ടേ കഴിക്കണം. പാഴാണ് പഠിക്കണത്. നമ്മൾ പറഞ്ഞ ഫുഡിന്റെ സ്പെഷ്യൽ പ്ലേസ് അതെ. സ്പെഷ്യലാ നമ്മുടെ നാട്ടിൽ കിട്ടിയില്ല. അവിടെ നമ്മള് വയനാട്ടിൽ വന്ന് മേടിച്ചു. 2 ഫുള്ളും 1 ക്വാർട്ടർ റൈസ് എക്സ്ട്രാ, 1 പെപ്സി 90-ന്റെ, 1 പെപ്സി 50-ന്റെ. വേറെ പറയണ്ടേ, അത് ഉണ്ടാവാണല്ലോ അതിന്റെ. നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം. ബൈ ബൈ ബൈ. ഇവിടെ ഒരു വീട് ഫുള്ളായിട്ട് 2 ദിവസത്തേക്ക് റെന്റ് എടുത്തിരിക്കുകയാണ്. ആദ്യം തന്നെ കാണിച്ചു തരാം. സ്വിമ്മിംഗ് പൂൾ വലിയ ആഴമൊന്നുമില്ല, എന്നാലും പേരിനൊരു സ്വിമ്മിംഗ് പൂള് ഉണ്ട്. ഫ്രണ്ടിലേക്ക് പോകുമ്പോഴേ കാറൊക്കെ വിടാം. അത്യാവശ്യം നല്ലൊരു വലിയ വീടാണ്. അകത്തായിട്ട് കാണാനായിട്ട് അത്യാവശ്യം ഉണ്ട്. കാണിച്ചു തരാം. ഇവര് പേയ്മെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുവാണ്. വരുമ്പോൾ തന്നെ നമുക്കൊരു ക്യാരം ബോർഡ് സെറ്റിംഗ് ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോ വന്നപ്പോ തന്നെ ചാടി സ്വിമ്മിംഗ് പൂളിൽ. അത്യാവശ്യം വലിയ റൂമാണ്. വലിയ റൂമ്, ബാത്റൂം. ഇതാണ് ഹാള്. ഈടാ മോനെ ഫുള്ള് സെറ്റ്. ഇവിടെ വേറെ ഒരു റൂം വരും. ബാത്റൂം ഇവിടെ. ബാത്റൂം പിന്നെ തുറക്കാം. നെക്സ്റ്റ് ഇവിടെ ഡൈനിങ്. ഇവിടെയാണ് കിച്ചൺ. ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോക്കാണോ? ലോക്കല്ല. ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇതാണ് സെറ്റപ്പ്. ഇവിടെ ഫുള്ള് നൈസാണ്. എന്തായാലും ഇനി ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് അപ്പം എടുക്കാൻ. ബാക്കി ഈ റൂം ഇഷ്ടപ്പെടും. മിക്കവാറും ഞങ്ങൾ ഈ റൂമിലായിരിക്കും കിടക്കുന്നത്. നൈസ് റൂം. പിന്നെ ഫാനൊന്നും വേണ്ട. ഫാനും കാര്യങ്ങളൊന്നും ഉണ്ട്. നല്ല തണുപ്പുള്ളൂ വന്നപ്പോൾ തന്നെ. ബാക്കി കഴിക്കുമ്പോൾ എടുക്കാം. ബൈ. നമ്മുടെ ചെറുക്കൻ്റെ ഷേവ് ചെയ്യാൻ പോവാണ്. വാച്ച് നോക്കിക്കണം. ഇങ്ങോട്ട് നോക്കണം. ഷേവ് ചെയ്ത് കഴിഞ്ഞ് ഈ വേഷം ആഫ്റ്റർ ഒരു പ്രശ്നമുണ്ട്. അത് മറ്റേ ഇത് ആഫ്റ്റർ കാണിക്കാൻ പോണ അടുത്ത ആഴ്ച ഷേവിംഗ് സെറ്റിന് ഐസ് ഓടിച്ചോളാം. ഇത് കൂടാൻ വേണ്ടി അമർത്തി വെച്ചാ ഷേവിംഗ് സെറ്റ് രണ്ടായിട്ട് ഒടിഞ്ഞു പോയി. അപ്പൊ ആഫ്റ്റർ പിന്നെ കാണാം. അതേ കുത്തിട്ടോ. നിക്ക ഒരു കാര്യം പറയാം. അൾട്രീമിന്ന് മന്തി കഴിച്ചിപ്പ. അൾട്രീമിന്ന് മന്തി ഇതുവരെ കഴിച്ച മന്തിയില് എന്താ പറയാ, ഏറ്റവും തേഞ്ഞ മന്തി. ശോകം. ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതാണ് വീഡിയോ എടുക്കാൻ ഞാൻ കഴിച്ചിട്ടിരുന്നപ്പോ. ചിക്കനൊക്കെ ജിമിട്ടൻ പീസ്. ചിക്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ സൈസാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1 കാശിനും കൊള്ളിയില്ല. ഞങ്ങള് പകുതി അൾട്രീമേനായിട്ട് റേറ്റിംഗ് 3 പോയിന്റ് ആയിരുന്നു. 3 പോയിന്റ് കണ്ടിട്ട് നമ്മൾ മേടിച്ച അൾട്രീമേനോട് മേടിച്ച ചൂമ്പിപ്പോയി. കൊള്ളിയില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ. നമ്മളൊരു ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് നേരെ താഴ്ത്തേക്ക് പോയി. മന്തിയുടെ ഒരു ലെവല്. നമ്മളാ ഉണ്ണിസാറ് കുളിക്കാൻ അവരുണ്ട്. അപ്പൊ ഞങ്ങള് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പോവാണ്. കാണിക്കണം. അല്ല, സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണ കാണിക്കാന്ന്. കാണിക്കണ്ടല്ലേ? സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണ കാണിക്കാൻ പറ്റില്ല. തുണിയില്ലാണ്ട് ഇരിക്കും ഇവിടെ എല്ലാം. ഉണ്ണിസാറെ കാണിക്കട്ടെ. ഉണ്ണിസാറിന് നാണം. അപ്പൊ ഗൈസ് നമ്മളൊന്ന് കുളിച്ചിട്ടൊക്കെ വരാം. ഫ്രഷ് ആയിട്ട് വരാം. എന്നാ കുളിച്ചത് ലാസ്റ്റ്? 2 ദിവസം മുന്നേ കുളിച്ചതാണ്. പല്ല് തേച്ചായിരുന്നോളാ ഗോപി? ഞങ്ങളുടെ അപ്പൊ പാഴ് മാത്രമേ പല്ല് തേക്കാതെ ഉള്ളു. ഞങ്ങൾ ബാക്കി എല്ലാവരും പല്ലൊക്കെ തേച്ചിട്ടോ കഴിക്കാൻ മതി. ഞങ്ങൾ ഇറങ്ങട്ടെ. സിമ്പിളിലൊക്കെ ഇറങ്ങിട്ട് വരാം. ഹുസു ഇറങ്ങല്ലേ?
മന്തി എന്താ മന്തിനെ പറ്റി ഇതിൽ പറ. മന്തി ആവറേജാണ്. വയനാട് അൽഡ്രീം ആവറേജാണ്. വയനാട് അൽഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴയിലെ അൽഡ്രീം പ്രതീക്ഷിച്ച് വരും, പക്ഷേ ആവറേജാണ്. വലിയ ഗുമ്മില്ല. മേടിച്ചിരുന്ന് കഴിക്കണവർ ശ്രദ്ധിക്കുക. അതിൽ നല്ല വേറെ ഏതെങ്കിലും കട കണ്ടുപിടിക്കാൻ നോക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്. ജെന്യുവൻ റിപ്ലൈ ആണ് കേട്ടോ. അൾട്രീം കാര്യം ശ്രദ്ധിക്കണം. ഞങ്ങൾ പുളിച്ചാടാൻ പോകണം. അപ്പോൾ ഓക്കെ ബൈ. പുളിച്ചാടാൻ പോകണം. ഞങ്ങള് കുളിക്കാറങ്ങ് പോണത്. ചന്തൊക്കെ അറിയാം. ചന്തു ഒന്ന് ഇരിക്കേ. ബൈ ബൈ ഗൈസ്. അപ്പൊ കുളിച്ചിട്ട് വരാം. അപ്പോൾ നമ്മള് കുളിച്ചൊക്കെ കഴിഞ്ഞായിരുന്നു. കുളിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രഷായി കയറി ഫുഡ് കഴിച്ചു. ഫുഡ് പിന്നെ പുറത്തുനിന്ന് പോയി വാങ്ങിച്ച്. മന്തി റൈസൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കഴിച്ചില്ല, കൊള്ളിയിലായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിച്ച് കഴിച്ച്. ഇതിപ്പോൾ ഇവിടുത്തെ ബായി വന്ന് ക്യാമ്പ് ഫയർ സെറ്റാക്കി തന്നു. എന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഫയർ ഇട്ടുള്ള ആൾക്കാർ വന്നിട്ടില്ല. അടിച്ച് കിണ്ടിയായിട്ട് വെച്ച് ഇവർ ലാസ്റ്റ് നമ്മളടിക്കും ഇവിടുന്ന്. ഇനി സ്നേഹം ഉണ്ടാവും. മഴ ഇപ്പൊ അതിനെ വിളി കൂടി ചാടാൻ പറഞ്ഞ പുള്ളി ആദ്യം ചെയ്യും. ഞാനെന്ത് ചെയ്യണം ട്രെയിൻ വിളി. പറഞ്ഞു ഇനിയിപ്പോ വന്നപ്പോ തന്നെ പ്രൊഫഷണൽ. എനിക്ക് പനിയായി. ചെറിയ പുളിയൊന്നും അല്ല വിളിച്ചത്, പാട്ടിട്ട് കിടന്നുള്ളുമായിരുന്നു. എല്ലാവരും എന്താ ചട്ടിപ്പുറത്തൊക്കെ നിന്നുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ ചെയ്ത്. എടാ അവന്മാര് വിളിക്കടാ. ഭായിനെ കാണിച്ചു കൊടുത്തു കേട്ടാ ഫോട്ടോ വീണത്. ഭായി എടുത്ത് വെച്ച് പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ, കുഴപ്പമില്ലെന്ന് പറയും. ഞാൻ പറഞ്ഞു ഞങ്ങള് വീഴ്ചയല്ല. ഞാൻ പറഞ്ഞു ഞങ്ങള് വീഴ്ചയല്ല, തനി വീണ പ്രൂഫ് ഉണ്ടെന്ന് പറയും. പറ ഇംഗ്ലീഷൊക്കെ അടിക്കണം. ഇംഗ്ലീഷൊക്കെ പഠിക്കണം. അയാള് വായും വിളിച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെ ഇംഗ്ലീഷ് പറയുമ്പോ. നേപ്പാളിയാണെന്ന് വല്ലതും ചോദിച്ചു. ഭായി നേപ്പാളിയാണോ? നേപ്പാളിയാണെന്ന്. എടി ഇവന്മാര് ബംഗാളിയുടെ എണിയാവുക. കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ബൈ ബൈ ബൈ. നമുക്ക് 10:30 വരെ പുറത്ത് മൈക്ക് വെക്കാൻ പാട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ചുറ്റിനും വീട്ടുകാരുള്ളതുകൊണ്ട് ബാക്കി ടൈമിൽ അകത്ത് പാട്ട് വെക്കണമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇപ്പോൾ 10:30 നമ്മൾ പുറത്ത് നിർത്തി. ഇനി അകത്തായിട്ട് പോകണം. അകത്തുനിന്നുള്ള കുറച്ച് ഷോർട്സ് ഇനി ആഡ് ചെയ്യാം, പുറത്തുനിന്നുള്ളത് ആഡ് ചെയ്യാം. പക്ഷെ പാട്ട് കാണുമെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിച്ച് പാട്ട് മീട്ടായി പോകും. ബാക്കി അടിക്കതേ എല്ലാവരും റെഡിയാണ്. നിന്നെ മാത്രം എടുക്കത്തുള്ളൂ ഞാൻ. എല്ലാം റെഡിയാണ്. അപ്പോൾ ബാക്കി അകത്ത് നിന്നിട്ട് എടുക്കാം. ബൈ.